ഹായ് ഗായ്സ്, എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ നീയുടെ അച്ഛൻ നാട്ടിലേക്ക് വരികയാണ്. കടം മേടിച്ചെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയവരൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അവരെടുത്ത് വന്നിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് കടമൊന്നും മേടിച്ചിട്ടില്ല, പിന്നെ എന്തിനാ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കണമെന്നൊക്കെ ചോദിക്കുമ്പോൾ അവരൊരു പേപ്പർ കാണിച്ചു കൊടുക്കും. ഇത് നിങ്ങളുടെ ഫാദറിനില്ലോ ഞങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ച പൈസയാണെന്ന് ആ ആൾക്കാർ പറയും. എൻ്റെ ഫാദറിനില്ലോ ഓൾറെഡി മരിച്ച ആളാണല്ലോ എന്ന് നീയുടെ അച്ഛൻ പറയുമ്പോൾ നിങ്ങൾ ഇവിടെ താമസിക്കുന്ന ലേഡിയുടെ അച്ഛനാണ് ഈ പൈസ മേടിച്ചതെന്ന് പറയും. ആ ലേഡിയുടെ അച്ഛനാണെങ്കിൽ ആ ലേഡിയുടെ വീട്ടിലെത്തിയിട്ടുണ്ടാവും. അപ്പോൾ ആ ലേഡി ആണെങ്കിൽ ഷീയുടെ പേരും പറഞ്ഞ് നിങ്ങൾ എന്തിനാ പൈസ മേടിക്കണമെന്നൊക്കെ ചോദിച്ച് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടാവും. അത് അത്ര വലിയ പൈസ ഒന്നല്ല, അതവൻ തിരിച്ചു കൊടുത്തോളും എന്നൊക്കെ ആ ലേഡിയുടെ അച്ഛനും പറയുന്നുണ്ടാവും. നീയുടെ മുത്തശ്ശൻ്റെ വീട്ടിലാണെങ്കിൽ അവർ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കായിരിക്കും. അപ്പോൾ നീയുടെ അച്ഛനാണെങ്കിൽ ഞാൻ എന്തായാലും ഇനി പൈസ തിരിച്ചു തരാമെന്ന് അവരുടെ അടുത്ത് പറയും. എന്നിട്ട് നീയുടെ അച്ഛൻ നേരെ ആ ലേഡീനെ വിളിക്കും. ആ ലേഡിയെ വിളിച്ചിട്ട് നിൻ്റെ അച്ഛൻ എന്തിനാ എൻ്റെ പേരും പറഞ്ഞ ആളുകളിൽ നിന്ന് പൈസ മേടിച്ചിരിക്കണമെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ആ ലേഡി എനിക്കറിയില്ല, ഒന്നും അറിയില്ല എന്ന് പറയുമ്പോൾ അയാൾ കൂടുതൽ അഭിനയിക്കേണ്ട, സത്യം പറയുമെന്ന് പറയുമ്പോൾ ആ ലേഡി സത്യം പറയും. അത് കുറച്ച് പൈസ മേടിച്ചിട്ടുണ്ട്, അതൊക്കെ നിയാങ്ങിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയായിരുന്നു. അവളൊരു ആപ്പിൽ പൈസയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിലെന്തോ പ്രശ്നമായിട്ടുണ്ട്, അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ അവൾ പോയിരിക്കുക, അവളുടെ പൈസയൊക്കെ പോയിന്നൊക്കെ ഇപ്പോൾ അവൾ പറയുന്നുണ്ടെന്നൊക്കെ ആ ലേഡി അവൻ്റെ അടുത്ത് പറയും. അപ്പോൾ നീയുടെ അച്ഛനാണെങ്കിൽ അവർക്കൊക്കെ പൈസ തിരിച്ചു കൊടുക്കാമെന്ന് പറയും. അപ്പോഴാണ് അവിടേക്ക് നീയുടെ മുത്തശ്ശി ഇറങ്ങി വരിക. എന്നിട്ട് ഇവർക്കൊന്നും പൈസ തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, ഇവരെല്ലാവരും ആ ജിയാങ്ങിൻ്റെ ആൾക്കാർ തന്നെയാണ്, ഇവരെല്ലാവരും ഒരുമിച്ചാണ് എപ്പോഴും നടക്കണുണ്ടാവുക, ഇതിൽ 2-3 പേര് മാത്രമേ സത്യം പറയണവരുള്ളൂ എന്നൊക്കെ പറയും. അപ്പോൾ നീയുടെ അച്ഛനാണെങ്കിൽ എന്തെങ്കിലും ആവട്ടെ നമുക്ക് പൈസ തിരിച്ചു കൊടുക്കാമെന്ന് പറയുന്നുണ്ടാവും. അയാൾക്ക് ആ സമയത്ത് നന്നായിട്ട് തലവേദന എടുക്കുന്നുണ്ടാവും. പക്ഷേ നീയുടെ മുത്തശ്ശി കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് അയാൾ തല ചുറ്റി വീഴും. നേരെ ലിൻ്റെ മേത്തേക്കായിരിക്കും അയാൾ വീഴുണ്ടാവുക. ലിൻ അയാളെ പെട്ടെന്ന് താങ്ങി പിടിക്കും. എന്നിട്ട് വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ലിൻ എല്ലാവരെയും സമാധാനിപ്പിക്കുന്നുണ്ടാവും. പിന്നീട് നീയും ലിന്നും കൂടി ഡോക്ടറെ കാണാൻ പോവും. അപ്പോൾ സ്കാനിൻ്റെ റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ടാവും. അയാളുടെ തലയുടെ സൈഡിലായിട്ട് ഒരു ട്യൂമർ ഉണ്ട് എന്നാണ് പറയുക. അത് ചെവിയുടെ സൈഡിലാണ്, അത് എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യണമെന്ന് ഡോക്ടർ പറയും. ലിന്നു അത് പരിശോധിച്ചിട്ട് എത്രയും പെട്ടെന്ന് നീക്കം ചെയ്താൽ അത്രയും പെട്ടെന്ന് ഭേദമാവുമല്ലോ എന്നൊക്കെ പറയും. എന്നിട്ട് നീ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും. നീയുടെ അച്ഛൻ പിന്നെ ബോധമില്ലാതെ കിടക്കായിരിക്കും. അയാളുടെ ചുറ്റും ഇരുന്നിട്ട് എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. അയാൾക്ക് കുറച്ച് സമയം കഴിയുമ്പോൾ ബോധം വരുമ്പോൾ അയാൾ എന്തിനാണ് നിങ്ങളെല്ലാവരും കരയണമെന്ന് ചോദിക്കും. അപ്പോൾ നീ അയാളുടെ അടുത്ത് എല്ലാം തുറന്നു പറയും, ചെവിയുടെ ബാക്കിലൊരു ട്യൂമർ ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ. എന്നിട്ട് അവരതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവിടേക്ക് ഡോക്ടർ വരും. ഡോക്ടർ വന്നിട്ട് എത്രയും പെട്ടെന്ന് സർജറി ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണെന്ന് പറയും. അപ്പോൾ ഇവിടെ തന്നെ ചെയ്യാമെന്ന് പറയുമ്പോൾ നീയുടെ അച്ഛനാണെങ്കിൽ ഇവിടെ ഒന്നും ചെയ്യണ്ട, എനിക്ക് സ്വന്തമായിട്ട് ഡോക്ടർമാരുണ്ട്, അവരുടെ അടുത്ത് പോയിട്ട് ചെയ്താൽ മതി എന്നൊക്കെ പറയും. അയാൾ എല്ലാവരും നിർബന്ധിക്കെങ്കിലും അയാൾ സമ്മതിക്കുകയില്ല. പിന്നീട് കാണിക്കാൻ നീ അങ്ങനെയാണ്, അവൾ ഇൻവെസ്റ്റ് ചെയ്ത സ്ഥലത്തൊക്കെ പോയിട്ട് തിരഞ്ഞു നോക്കുമായിരിക്കും അവിടെയൊക്കെ ആരെങ്കിലും ഉണ്ടോയെന്ന്. പക്ഷേ അവിടെ ഒന്നും ആരും ഉണ്ടാവില്ല, എല്ലാവരും അവളെ പറ്റിച്ചിട്ട് പൈസയും കൊണ്ട് പോയിട്ടുണ്ടാവും. അങ്ങനെ അവൾ ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് വിഷമിച്ച് അവളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ അമ്മയും അവളുടെ മുത്തശ്ശനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്താണ് അവൾ ചെല്ലുക. എന്നിട്ട് അവളെ കാണുമ്പോൾ അവളുടെ അമ്മ വേഗം ചെന്ന് പൈസയൊക്കെ തിരിച്ച് കിട്ടിയോ എന്ന് ചോദിക്കും. അപ്പോൾ അവൾ ഇല്ല, എല്ലാം പറ്റിച്ചിട്ട് കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ ആ ലേഡി ഇരുന്ന് കരയായിരിക്കും. ഇനി എന്ത് ചെയ്യും, അല്ലെങ്കിൽ തന്നെ ആ മിസ്റ്റർ ഷീക്കിനെ വേണ്ട, ഇനി ഈ പൈസയും കൂടി പോയാൽ നമ്മുടെ കയ്യിൽ ആകെയുള്ള സമ്പാദ്യമായിരുന്നു അതെന്നൊക്കെ ആ ലേഡി പറയുന്നുണ്ടാവും. ചെയ്യാങ്ങാണെങ്കിൽ നീ വിഷമിക്കേണ്ട, ആ പൈസയൊക്കെ മിസ്റ്റർ ഷീ തന്നെ തിരിച്ചു കൊടുക്കാമെന്നല്ലേ പറഞ്ഞ്, പിന്നെ എന്തിനാ നീ വിഷമിക്കണമെന്നൊക്കെ ഈ ലേഡിയുടെ അടുത്തും പറയും. നീ അവനൊന്ന് വിളിച്ചു നോക്ക്, എന്തായാലും ഇനി അവൻ നിൻ്റെ വലയിൽ വീഴാതിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് നീയുടെ അച്ഛനെ ആ ലേഡി വേഗം കോൾ ചെയ്യും. അപ്പോൾ കോൾ ചെയ്യുന്ന സമയത്ത് സ്വിച്ച് ഓഫ് എന്നായിരിക്കും പറയുന്നുണ്ടാവുക. അയാൾ ഞാനുമായിട്ടുള്ള എല്ലാ റിലേഷനും വേണ്ട വയ്ക്കുമെന്ന്. എന്നിട്ട് അവളുടെ അച്ഛൻ്റെ അടുത്തും മകളുടെ അടുത്തും പറയുന്നുണ്ടാവും. നീയുടെ അച്ഛൻ നോക്കാനാണെങ്കിൽ അയാളെ നോക്കണ ഡോക്ടർ വന്നിട്ടുണ്ടാവും. എന്നിട്ട് സർജറി എത്രയും പെട്ടെന്ന് ചെയ്യാൻ നല്ലതെന്നൊക്കെ റിപ്പോർട്ട് നോക്കിയിട്ടൊക്കെ പറയും. എൻ്റെ ലിസ്റ്റിൽ ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്, അത് വെച്ച് നമുക്ക് സർജറി ചെയ്യാമെന്നൊക്കെ പറയും. അതിൽ ലിസ്റ്റിലില്ലാത്ത ഒരാൾ കൂടി ഉണ്ട്, അത് അയാളുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം ലിൻ വെച്ചിട്ടാണ് തുടങ്ങുന്നതെന്നൊക്കെ പറയുമ്പോൾ അവിടേക്ക് നമ്മുടെ ഹീറോയിൻ വരും. അതുകൊണ്ട് ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അവൾ പറയും. അപ്പോൾ എന്താണെന്ന് എല്ലാവരും ചോദിക്കുമ്പോൾ അത് ലിങ്യൂസനാണ്, അവന് ആക്സിഡൻറ്റ് പറ്റിയ കാരണം കൊണ്ട് ഇനി സർജറി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് നീ പറയുമ്പോൾ നീയുടെ അച്ഛനാണെങ്കിൽ അവനൊരു കഴിവില്ലാത്ത ആളാണ്, പിന്നെ അവനെങ്ങനെ സർജറി ചെയ്യാമെന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവിടെ നിൽക്കുന്ന ഡോക്ടറാണെങ്കിൽ അത് ലിങ്യൂസൻ തന്നെയാണെന്നും പറയും. പിന്നീട് നീയുടെ അച്ഛൻ ഒറ്റയ്ക്ക് ഇരിക്കുകയായിരിക്കും. ആ സമയത്ത് അവിടേക്ക് അസിസ്റ്റൻ്റ് വരും. അസിസ്റ്റൻ്റ് വന്നിട്ട് അവരുടെ ഒപ്പമുള്ള ആ ലേഡി കോൾ ചെയ്യണ്ടേ, എവിടെയെന്ന് അന്വേഷിക്കുന്നുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇനി ഞാൻ എവിടെയാണെന്ന് അവരുടെ അടുത്ത് പറയരുതെന്ന് നീയുടെ അച്ഛൻ പറയും. പിന്നീട് ആ ലേഡി വിളിച്ച അസിസ്റ്റൻറ്റിൻ്റെ അടുത്ത് അന്വേഷിക്കുമ്പോൾ അസിസ്റ്റൻറ്റ് പറയും
അയാൾ എവിടെയാണെന്ന് അറിയില്ല എന്നൊക്കെ. പിന്നെ നിർബന്ധിക്കുമ്പോൾ അയാൾ പറയും നിങ്ങൾക്ക് ഇനി ഒരു വിവരങ്ങളും നൽകണ്ടെന്നാണ് അയാൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ മാസം മാസമുള്ള പൈസയും തരരുതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ പറയും. അപ്പോൾ ആ ലേഡി ഇനി ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് വിചാരിക്കും. എന്നിട്ട് ഫോൺ വെച്ച ശേഷം അവർ നന്നായിട്ട് വിഷമിക്കും. എന്നിട്ട് അവരുടെ അച്ഛനെയും മകളെയും അവർ ചീത്ത പറയും. നിങ്ങൾ രണ്ടുപേരും കാരണമാണ് ഇപ്പോൾ മിസ്റ്റർ ഷീ എൻ്റെ അടുത്തേക്ക് വരാതായത്. ഇനി നമ്മൾ എങ്ങനെ ജീവിക്കും, നമ്മുടെ കയ്യിൽ പൈസ ഇല്ലല്ലോ എന്നൊക്കെ പറയും. അപ്പോഴാണ് നിയാങ് പറയുക, എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നും ഇതേപോലെ പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അവൻ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യാൻ പോയിട്ടുണ്ട്, നമുക്കും അതേപോലെ പോയാലോ എന്ന്. അതുകൊണ്ടൊക്കെ എന്ത് പ്രയോജനം എന്ന് ആ ലേഡി ചോദിക്കുമ്പോൾ ആ ലേഡിയുടെ അച്ഛൻ പറയും, അങ്ങനെ നമ്മൾ പരാതിപ്പെടുകയാണെങ്കിൽ ആ പൈസ മൊത്തം ഇപ്പം നമുക്ക് കിട്ടില്ലേ, ഇപ്പം മിസ്റ്റർ ഷീക്ക് നമ്മളായിട്ടൊരു ബന്ധമില്ലല്ലോ, അപ്പോൾ ആ പൈസ നമുക്ക് സ്വന്തമാക്കാൻ പറ്റില്ലേ എന്ന്. എന്നിട്ട് ആ പൈസ കൂടി സ്വന്തമാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർ വേഗം പരാതി കൊടുക്കാൻ പോവും. പിന്നീട് കാണിക്കുന്നത് നീയും ലിന്നും മുത്തശ്ശിയും കൂടി നീയുടെ അച്ഛനെ കാണാൻ വന്നിരിക്കുകയായിരിക്കും. നീയും മുത്തശ്ശി എന്നിട്ട് നീയുടെ അച്ഛൻ്റെ റൂമിലേക്ക് പോയിണ്ടാവും. അപ്പോൾ അച്ഛൻ ഫോണിൽ സംസാരിക്കായിരിക്കും. എന്നിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് നേരെ നീയുടെ അടുത്ത് ദേഷ്യപ്പെടും. നീ എന്തിനാ എൻ്റെ അടുത്ത് ആൾക്കാർ പൈസ പറ്റിക്കണ്ടെന്ന് പറഞ്ഞ് കംപ്ലയിൻറ്റ് ചെയ്തത് എന്ന് ചോദിച്ചിട്ട്. നീക്ക് അപ്പോൾ അതൊന്നും മനസ്സിലാവില്ല. അയാളാണെങ്കിൽ ഒരുപാട് ദേഷ്യപ്പെടും. അപ്പോഴാണ് നീക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുക. നിങ്ങളുടെ ആ നിയാങ്ങിൻ്റെ കയ്യിൽ നിന്ന് ആരോ പൈസ പറ്റിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞല്ലോ, അവളായിരിക്കും കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടാവുക, ഞാനല്ലാന്ന് നീ അവളുടെ അച്ഛൻ്റെ അടുത്ത് പറയും. ഇപ്പോൾ ഇതാരുടെ പൈസയുടെ പ്രശ്നമാണ്, നിങ്ങളുടെയും പിന്നെ ആ ലേഡിയുടെയും അവരുടെ അച്ഛൻ്റെയൊക്കെ പൈസയുടെ പ്രശ്നമാണ്. ഇതുമായിട്ട് എനിക്കൊരു ബന്ധമില്ല, പിന്നെ ഞാനെന്തിനാ പരാതി കൊടുക്കണമെന്നൊക്കെ നീ അവളുടെ അച്ഛൻ്റെ അടുത്ത് ചോദിക്കും. നിങ്ങളിതുവരെ ഞങ്ങളൊന്നും മനസ്സിലാക്കിയിട്ട് പോലും ഇല്ല, ഞങ്ങളുടെ ലൈഫ് എങ്ങനെയെന്ന് പോലും നിങ്ങളിതുവരെ ചിന്തിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നീ നന്നായിട്ട് വിഷമിക്കും. ആ നിയാങ് ആണെങ്കിൽ നിങ്ങളുടെ മകളാണെന്ന് പറഞ്ഞിട്ട് ഓരോ പ്രശ്നം ഉണ്ടാക്കും. അതിലൊക്കെ ചെന്ന് പെടുന്നത് ഞാനാണെന്നും നീ പറയുന്നുണ്ടാവും. ആ സമയത്ത് അവിടേക്ക് ലിന്നും നീയുടെ അമ്മയും വരുന്നുണ്ടാവും. നീ അപ്പോൾ ലിന്നിന് ആക്സിഡൻറ്റ് പറ്റാൻ കാരണം കൂടി ആ നിയാങ്ങാണ്, എന്നിട്ട് അവൻ്റെ കരിയർ വരെ പോയി, ഇതിനെല്ലാം കാരണം അവൾ മാത്രമാണ്, ഇപ്പോഴും നിങ്ങൾക്ക് വലുത് അവരാണെന്നൊക്കെ പറഞ്ഞ് അവൾ അങ്ങനെ വിഷമിച്ച് നിൽക്കായിരിക്കും. അവളിങ്ങനെ വിഷമിക്കുന്ന കാണുമ്പോൾ ലിന്നിനും സങ്കടമാവും. അവൻ വേഗം വന്ന് അവളെ ഹഗ് ചെയ്യും. അവളുടെ അമ്മയും വന്ന് അവളെ ആശ്വസിപ്പിക്കും. അവളുടെ അച്ഛൻ അവളുടെ അമ്മയെ കാണുമ്പോൾ തിരിഞ്ഞ് കിടക്കണുണ്ടാവും, മൈൻഡ് ചെയ്യാതെ. അവരും നീയുടെ അച്ഛൻ്റെ അടുത്തേക്കൊന്നും ചെല്ലില്ല. ലിന്നിക്ക് പറ്റിയ ആളാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. അവർക്ക് ലിന്നിനെ നല്ല ഇഷ്ടമായിട്ടുണ്ടാവും. ഇങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയ കാരണം കൊണ്ട് നീയുടെ അച്ഛൻ്റെ അടുത്ത് എല്ലാവരും വീട്ടിലേക്ക് പോകും. നീയുടെ അച്ഛൻ ഒറ്റയ്ക്കായിരിക്കും കിടക്കണുണ്ടാവുക. അങ്ങനെ എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോകും. ലിന്നാണെങ്കിൽ ഇപ്പോൾ ഊശിയിലാണുള്ളത്. അവനിപ്പോൾ ഊശിയിൽ വീടില്ലാത്ത കാരണം കൊണ്ട് നീയുടെ അമ്മ പറയും നീയുടെ വീട്ടിൽ വന്ന് കിടന്നോളാൻ. ഇതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഡ്രാമ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. പുതിയൊരു എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം.